ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് നേരെ കൈ പൊക്കണമെങ്കിൽ ആ കൈ പൊക്കണമെന്നുണ്ടെങ്കിൽ ആ കൈ പൊക്കിയതിൻ്റെ പേര് ധാർഷ്ട്യമെന്നാണ്, അഹങ്കാരമെന്നാണ്. അതിനാണ് അറുതി വരേണ്ടത്. കയ്യൂക്ക് എന്നുള്ളതിനപ്പുറം ആ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അറുതി വരേണ്ടത്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നേരിട്ട് ഞാൻ പഠിച്ച 2 ക്യാമ്പസിലും, ചങ്ങനാശ്ശേരി SB കോളേജിലും അതുപോലെ തന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനം എന്നുള്ളത്, SFIയുടെ പ്രവർത്തനം എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ ഒറ്റ കാര്യമുള്ള, ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യം, ഒരു അധ്യാപകനെ അവിടെ നിന്ദിച്ചിട്ടുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിച്ചിട്ട് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണേണ്ടതാണ് ഗുരുവിനെ. അങ്ങ് ഒരു ഗുരുവായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം അങ്ങയെ ബഹുമാനിക്കുന്നുണ്ട് എന്നത് അങ്ങേക്ക് ഇപ്പോഴും അത് പ്രഖ്യാപിത ദൈവമല്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇടപെടുന്നില്ല, ജസ്റ്റ് ഫോർ കാഷ്വൽ ടേക്ക് വിത്ത് പെർമിഷൻ. ഒറ്റ കാര്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ ദൈവമാണെന്ന് ക്ലാസ്സിൽ എൻ്റെ വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ദൈവമായിട്ട് സംവാദം സാധ്യമല്ലല്ലോ. അതാണ് എൻ്റെ ടേക്ക് കേട്ടോ. ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് എൻ്റെ പേഴ്സണൽ ടേക്കാണ്. അതെ അതെ, അത് എനിക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെ ദൈവമായിട്ടാണ് കാണുന്നത്. ഗുരു എന്ന് പറയുന്നത് ദൈവതുല്യനായിട്ടാണ്. ഇതുവരെ പഠിപ്പിച്ച ഗുരുക്കന്മാർ തന്നിട്ടുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള മൂല്യങ്ങളായാലും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവായാലും അതൊക്കെ തന്നിട്ടുള്ളത് ദൈവം പോലെ തന്നെയാണ് ഗുരു. അതുപോലെ തന്നെ അച്ഛനും അമ്മയും അങ്ങനെയാണ് എന്ന് കരുതുന്നതാണ് എൻ്റെ സംസ്കാരം. വിദ്യാർത്ഥി സംഘടന രൂപീകരണം മുതൽ ഓരോ സംഘടനയുടെയും പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമ്മൾ ഒന്ന് നിരീക്ഷിച്ച് നോക്കണം. ഇവിടെ അധ്യാപകന് നേരെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയും ആ അധ്യാപകനോട് മാപ്പ് പറയാതെ ആ അധ്യാപകനെക്കുറിച്ച് മറ്റ് ആരോപണങ്ങളിലൂടെ ആവർത്തിച്ച് നിന്ദിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഗുരുനിന്ദ എന്നുള്ള ഒരു ഗണത്തിൽ നമ്മൾ പെടുത്തേണ്ടത്. ഗുണ്ടായിസവും അക്രമവും ഒക്കെ നടത്തി പയറ്റി തെളിയാനായിട്ടുള്ള ഇടമാണ് ഓരോ ക്യാമ്പസും എന്നങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ കോളേജിലും ഓരോ കോഴ്സിൻ്റെയും എണ്ണപ്പെട്ട ദിനങ്ങളാണ് പ്രവൃത്തി ദിനങ്ങളായി കിട്ടുക. അതിനുള്ളിൽ വേണം ആ സിലബസ് മുഴുവൻ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് പഠിക്കാൻ. കോളേജിൽ പോകുന്നത് എന്തിനാ? ഞാനൊക്കെ പോയത് പഠിക്കാനാണ്, അല്ലാതെ കലാലയ രാഷ്ട്രീയത്തിനല്ല. അപ്പോൾ കലാലയ രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കി ക്യാമ്പസിൽ പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ പഠിക്കുന്നതിൻ്റെയോ നഷ്ടമാകുന്ന പഠന ദിനങ്ങളുടെയോ ഒന്നും അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. അങ്ങനെയല്ല, അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. ഓരോ ഇടത്തും പ്രശ്നമുണ്ടാക്കി അവിടുത്തെ കലാലയ അന്തരീക്ഷം നശിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ നിരോധിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പ്രവർത്തനാനുമതി കൊടുക്കില്ല, അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ കൃത്യമായി പറയണം. കലാലയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വേണ്ട എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. വിദ്യാർത്ഥി സംഘടനകൾ പക്ഷേ മര്യാദയ്ക്ക് പ്രവർത്തിക്കണം. ആ കലാലയത്തിൽ എത്രത്തോളം സർഗശേഷി ഉണർത്തുന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട്, എത്രത്തോളം അവിടെ ഗുണ്ടായിസം ഉണർത്തുന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നതുകൂടി ഈ രാഷ്ട്രീയ കക്ഷി ഒന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. കലാലയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രം, ആ കലാലയത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടരുന്നതിന് വേണ്ടി മാത്രം വീണ്ടും വീണ്ടും ബിരുദാനന്തര ബിരുദങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലാണ് എന്നുള്ളതിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ കഴിയും എങ്ങനെയാണ് ഒരു ക്യാമ്പസിനുള്ളിൽ ആ ക്യാമ്പസിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ, അതുവഴി ആ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് മാതൃസംഘടനയിലേക്ക് ഏറ്റവും കരുത്തനായി, ഏറ്റവും വലിയ ഗുണ്ടയായി ചെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം പയറ്റി തെളിയുകയാണ്. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന സംവിധാനമാണ് കേരളത്തിൽ ഇല്ലാതാകേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അതായത് പോലീസ് കാഴ്ചക്കാരാകരുത്. ഭരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് നോക്കിക്കൊണ്ട് ആ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ അങ്ങ് കയറൂരി വിടുക. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് നേരെ വരുന്ന പരാതിയിൽ ആദ്യം കേസെടുക്കില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിക്കോളൂ. ഈ ഗുരുദേവ കോളേജിൽ ആദ്യം കേസെടുത്തത് എവിടെയാണ്? പ്രിൻസിപ്പലിനെ തല്ലുന്ന ദൃശ്യമടക്കം തെളിവടക്കം മുന്നിലുണ്ട്. എന്നിട്ട് ആദ്യം കേസെടുത്തത് SFIയുടെ പരാതിയിലാണ്, SFIയുടെ പരാതിയിൽ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും അതൊക്കെ വെളിച്ചത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ തെളിവുകളായി മുന്നിലുള്ളപ്പോൾ ആ പഴയ കാലം കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന തെറ്റിനെ ചൂണ്ടിക്കാട്ടാൻ, നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ മറ്റാളുകൾ നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അതിന് പേടിയില്ലാതായിരിക്കുന്നു. അതായത് പിണറായി വിജയനെ വരെ വിമർശിക്കാൻ ഇന്ന് പേടിയില്ല, പിന്നെയാണോ SFI? ആ രീതിയിൽ ആളുകൾ തിരിച്ചു ചോദിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ കയ്യൂക്കിന്റെ രാഷ്ട്രീയമൊന്നും ഇനി വിലപ്പോകില്ല. കയ്യൂക്ക് കാണിക്കുക, അതിനുശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറുഭാഗത്ത് നിൽക്കുന്നയാളെ തേജോവധം ചെയ്യുക, അങ്ങനെ ചിത്രവധം നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ള പേടിയൊന്നും ഇന്ന് കേരളത്തിൽ ഒരാൾക്കുമില്ല. ഓരോ സംഘടനയ്ക്കും കൃത്യമായി ചില മെൻറ്റേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ചില ഗോഡ് ഫാദേഴ്സ് ഉണ്ടാകും. ഓരോ ക്യാമ്പസിലും ആ ഗോഡ് ഫാദേഴ്സ് ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഓടിയെത്താനായി അതാത് ജില്ലകളിൽ നിന്നുള്ള ഗോഡ് ഫാദേഴ്സ് ഉണ്ടാകും. അവരായിരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനമാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ളവർ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല ക്യാമ്പസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ വളരെ പാവങ്ങളാണ്. അവർക്കാരെയും തല്ലണമെന്നോ കൊല്ലണമെന്നോ ഒന്നുമുള്ള ഒരു പ്രായവുമല്ല അവരുടേത്. പക്ഷേ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ഈ വയലൻസിലേക്ക്, അതായത് വയലൻസ് കാണിച്ചാലേ നിങ്ങൾ ഹീറോ ആകുള്ളൂ, മാസ് കാണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. അവരെയാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത്. അവരെ നിലയ്ക്ക് നിർത്തുന്നതിനാണ് ആദ്യം തയ്യാറാകേണ്ടത്. അത് ഞാൻ എല്ലാ പാർട്ടിയും ചേർത്താണ് പറയുന്നത്, അല്ലാതെ CPIMനെ മാത്രം വിമർശിച്ചിരുന്ന കാര്യം. KSU അക്രമം കാണിക്കാറില്ല, ABVP അക്രമം കാണിക്കാറില്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്നതിനൊപ്പം തന്നെ SFIയുടെ ആ പഴയ ഗുണ്ടായിസമൊക്കെ ഇനി എടുത്തുകൊണ്ട് വന്നാൽ CPIMന് സംഭവിച്ചത് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്.